നമസ്കാരം. നമ്മുടെ കൊല്ലം ശ്രുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവം ഒരു പെണ്ണാണ്. പഞ്ചപാവമായിട്ടുള്ള ഒരു പെണ്ണാണ്. രണ്ട് മക്കളുണ്ട്. ഒന്ന് സ്വന്തം മോളും മറ്റത് സ്വന്തം മോനും. പിന്നെ വളർത്തു മോനെ, സ്വന്തം മോനെ പോലെ തന്നെ സ്വന്തം മൂത്ത മകനായിട്ട് കാണുന്ന രണ്ട് മക്കളുള്ള പാവം വിധവയായ നമ്മുടെ സ്വന്തം കൊല്ലം ശ്രുതിയുടെ ഭാര്യ, വിധവയായ ഭാര്യ എന്ന് പറയും. കാരണം പാവം കൊല്ലം ശ്രുതി മരിച്ചുപോയി. അതിനുശേഷം ആ പാവം പെൺകൊച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പല തത്രപ്പാടുകളും നടത്തി. എന്തൊക്കെ ഒരു കുടുംബമല്ലേ, ഇത്രയും കുടുംബത്തിൽ ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ആൺതുണ ഇല്ല എന്ന് കരുതി പല കാര്യങ്ങളും നടത്തി. എന്നെ പോലുള്ള കുറച്ച് ഞരമ്പ് രോഗികൾക്കൊന്നും ഇത് പിടിച്ചില്ല. അവന്മാരൊക്കെ എന്ത് ചെയ്തു? നഖശികാന്തം എതിർത്തു. നീ ആ ഡ്രസ് ഇട്ടത് കൊള്ളാമോ? നീ അവിടെ കാണിച്ചത്, നീ വയറ് കാണിച്ചില്ലേ, അത് കൊള്ളാമോ? നീ എന്തിന് ദാസേട്ടനോടൊപ്പം പോയി എന്ത് ചെയ്തു? ഇതുപോലുള്ള റെയിലിട്ട് എന്ന് എന്നെ പോലുള്ള വിവരദോഷികൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഇന്ന് അതിഭയങ്കരമായി ദുഃഖിക്കുന്നു. എനിക്കതിൽ വളരെ റിഗ്രറ്റ് ഉണ്ട്. സത്യം മോളെ, റിഗ്രറ്റ് ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. കുറെ പേര് ഒന്ന് പറഞ്ഞു, നീയൊക്കെ അമ്മാവന്മാരാണ്, അവൾ എങ്ങനെയോ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു, അവൾ എങ്ങനെയോ ജീവിക്കട്ടെ. നമ്മൾ പറഞ്ഞവരെല്ലാം വെറും നമ്മൾ ആരെങ്കിലും കൊണ്ടു കൊടുക്കൂടെ? ഈ പറയുന്ന ആരെങ്കിലും അവൾക്ക് കൊണ്ടു കൊടുക്കുവോ ജീവിക്കാൻ വേണ്ടിയിട്ട്? അവളുടെ മുത്ത മകളിന് ഒരു കുഴപ്പവും ഇല്ല. അമ്മ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, അതിന്റെ കഥ എന്താണ് എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന പുതിയ ഏറ്റവും വലിയ സെലിബ്രിറ്റി പറയുന്നുണ്ട്. അപ്പോ 2 ദിവസം മുമ്പ് ഈ പറയുന്ന രേണു സുധീന്റെ ഒരു വീഡിയോ വന്നായിരുന്നു. അമ്മേടെ, ഞാൻ ഈ ഒരു പശ്ചാത്താപം ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാത്തത് അതുകൊണ്ട് മാത്രമാണ്. മറ്റൊന്നുമല്ല, അവളുടെ മാരണം മറയ്ക്കാൻ വേണ്ടി അവൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മുടിയെടുത്ത് മറയ്ക്കുന്നുണ്ട്. എന്താണ് ഒരാൾക്ക് ഒരു ഡ്രസ്സ് ഇടാനുള്ള അവകാശമില്ലേടെ? മോശമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്റെ മോൾ, എനിക്ക് പറയാത്തത്, പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കംഫർട്ട് അല്ലാത്ത ഡ്രസ്സ് എന്തിന് ഇടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അതൊന്നും പ്രശ്നമില്ല. കംഫർട്ട് നമ്മൾ ഇട്ടിട്ടല്ലേ കംഫർട്ട് ആവുന്നത്, അല്ലെ? അതുകൊണ്ട് ആദ്യമൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു ജാള്യത, ഒരു നാണമൊക്കെ വരും. ചിലപ്പോൾ മറച്ചൊക്കെ വെക്കും. നാളെ നമുക്കത് മറക്കാതെ കാണിക്കാമല്ലോ. അപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മുടെ രേണു സുധി മോള് ഇങ്ങനെ ഓരോരോ ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകളിലാണ്. നമ്മളെ പോലുള്ള കുറെ ഞരമ്പ് രോഗികൾ വന്ന് പാവത്താനം എന്ത് ചെയ്തു? നമ്മൾ വെറുതെ വിമർശിച്ചു. അതുമല്ല, ഈ ലക്ഷ്മി നക്ഷത്രം ഇപ്പം കാണാൻ, ലക്ഷ്മി നക്ഷത്രമായിട്ട് ഉടക്കി എന്നൊക്കെ പറയുന്നു. ലക്ഷ്മി നക്ഷത്ര ഫോൺ വിളിച്ചിട്ട് എടുക്കില്ല എന്നൊക്കെ ഒരു കിംവദന്തി കേൾക്കുന്നു. ഒരു കരക്കമ്പി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്നറിയത്തില്ല. ചുമ്മാ അസൂയ മൂത്ത് പറയുന്നതായിരിക്കും ഇതല്ല. അങ്ങനെയൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. അപ്പോ എന്തായാലും ഞാൻ അതിനെ കുറിച്ച്, പക്ഷെ ഇപ്പോ സത്യം പറഞ്ഞ ഇന്ന് ഞാനൊരു ഫോട്ടോഷൂട്ട് കണ്ടു. എന്റെ അമ്മേനെ, എനിക്ക് തൃപ്തിയായി. ഇനി ഞാനൊരു കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ല. കാരണം പ്രൊഫഷൻ ഏതാണ് തിരഞ്ഞെടുക്കാനുള്ളത് എന്നുള്ളത് നമ്മുടെ രേണു സുധി അങ്ങ് തീരുമാനിച്ചു. എനിക്ക് ഇനി ഈ പ്രൊഫഷനാണ് നല്ലത്. അല്ല, എനിക്ക് സത്യം പറഞ്ഞ ആദ്യം വീഡിയോ ഇട്ടപ്പോഴേ എന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ റൂട്ട് എങ്ങോട്ടാണ് വളച്ചുകൊണ്ട് പോകണമെന്ന് മനസ്സിലായി. ഇപ്പൊ ഏതാണ്ട് ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് ഏതാണ്ട് കൊണ്ട് തൃപ്തിയായി. ഇതാണ് അവരെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു രീതി ഇതാണ്. അതുകൊണ്ട് ഇനി കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടത്തില്ല. കാരണം എത്ര ബോൾഡായിട്ടുള്ള ഒരു പെൺകൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ബോൾഡായി സ്വന്തം 2 മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രയത്നിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും കൂടി പൊളിയിറങ്ങുന്നതിന് ക്യാമറയും പിടിച്ച് തൂക്കി നടക്കുന്നില്ലേ? സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലേ? അവളൊന്ന് കുനിഞ്ഞാൽ 200 ക്യാമറകളാണ് നടക്കുന്നത്. അപ്പോ ഞാനിപ്പോ ഒരു ഫോട്ടോഷൂട്ട് കണ്ട്, സത്യം പറഞ്ഞാൽ ആ ഫോട്ടോഷൂട്ട് ഞാനൊരു കോപ്പി മാത്രമേ കണ്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രിന്റ് മാത്രമേ കണ്ടുള്ളൂ. ബാക്കി കുറെ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ യൂട്യൂബിലോ ഈ പറയുന്ന ഗൂഗിളിലൊന്നും ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. ഈ ഒരു ഫോട്ടോ കണ്ട് തന്നെ ഞാൻ എന്തായാലും തൃപ്തിയായി എനിക്ക്. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ എന്നൊക്കെയാണ് പറയുന്നത്. ആരും എടുത്ത് റിയാക്ട് ഒന്നും കാണില്ല. എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോസ് ഒന്നും കാണാത്തതുകൊണ്ട് ചിലപ്പോൾ ലൈസൻസ് കൊടുത്തിട്ടുള്ള, അതുകൊണ്ട് ഫോട്ടോ വെച്ച ചിലപ്പോ ക്ലെയിം അടിച്ച് തരാനുള്ള ചാൻസ് ഉണ്ട്. സത്യം ഇപ്പൊ യൂട്യൂബിൽ ഒന്നും കാണാനില്ല, വരുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. ഇനി എഡിറ്റ് ചെയ്തതിനു ശേഷം മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇപ്പോ നമ്മുടെ രേണു സുധി മോളെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഫോട്ടോ വേറൊന്നുള്ളത് ഒരു ബ്ലൗസും ഒരു പാവാട. എന്ത് തെറ്റ്? ബ്ലൗസും പാവാട ഇടുന്ന എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. കുറച്ച് വയറ് കാണിക്കുന്നു, എന്താ പ്രശ്നം? നിങ്ങൾക്കില്ലയുടെ വയറ്, എനിക്ക് കൊണ്ട് വയറ്.
അങ്ങനെ പലർക്കും വയറുണ്ട്, വയറ് കാണിച്ചൂടെ, ചില ബുക്കുകൾ കാണിക്കും, ഇങ്ങനെ കാണിച്ചൂടെ. പക്ഷെ എല്ലാവരും ചോദിക്കും അതിനകത്ത് ഈ അരിഞ്ഞാണം കാണിക്കുന്നു എന്നൊന്ന് പറയുന്നത് ശരിയെന്ന്. ഞാനും കണ്ട ഒരു സ്വർണത്തിലൊരു അരിഞ്ഞാണം ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി താഴോട്ട് വന്നിരുന്നെങ്കിൽ ചന്തി വരെ കാണാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാണ് കമന്റുകൾ. കുറച്ചും കൂടി ഒരു ലേശം ഒരു ഇഞ്ച് താന്നിരുന്നെങ്കിൽ ചന്തി കാണാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ മോശമാണ്. ഇത് ഒരു മോശമല്ല, ഒരു മോശം. നിങ്ങളൊക്കെ എന്തിനാ മോശം പറയുന്നത്? നിങ്ങൾ ഞാൻ പറയും രശ്മി നായർ, രശ്മി നായരുണ്ട്, അവളാരെന്താ കുറ്റം പറയാത്തത്? അവളെന്താ ഒരു പ്രൊഫഷണലി. നമ്മുടെ നിളാ നമ്പ്യാർ ഇവിടെ കിടന്ന പെണ്ണാണ് നിളാ നമ്പ്യാർ. ഇപ്പൊ കണ്ടോ, ഡയറക്ടറാണ്ട് ഡയറക്ടർ. ഇതൊക്കെ ഈ പറയുന്ന രേണുസുതിക്ക് എന്താ പറയുന്നത്, ഒരു ഉദാഹരണമായിരിക്കണം. ഇതൊക്കെ അവർക്കൊരു ഉത്തേജനമാണ്, മനസ്സിലായോ? അതായത് ഈ പറയുന്ന നിളാ നമ്പ്യാർ എന്ന ഡയറക്ടർ, അതാണ് വെബ് സീരീസ് ഡയറക്ടർ. അത് അഭിനയിക്കുന്ന അല്ലറ ചില്ലറ ആൾക്കാരൊന്നുമില്ല. അലൻസിയാറാണ് അഭിനയിക്കുന്നത്. തമാശയെന്നല്ലേ, അലൻസിയാറാണ് നിളാ നമ്പ്യാറിന്റെ ആദ്യത്തെ സംരംഭമായ ഈ പറയുന്ന ഏതിലാണ് വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. പിന്നെ അലൻസിയാർ ഇതൊക്കെ എന്റെ അഭിനയമാണ്. അലൻസിയാർ പറഞ്ഞു ഇതൊക്കെ എന്റെ അഭിനയമാണ്. ചിലപ്പോൾ എന്നെ ഉടുതുണി കാണത്തില്ല, ഉടുതുണി ഇല്ലാതെ ആയിരിക്കും ഞാൻ അഭിനയിക്കുന്നത്. പക്ഷെ അത് അഭിനയമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ആ സ്റ്റാൻഡ് ആണല്ലോ നമ്മുടെ രേണുസുതി ആദ്യമേ പിടിച്ച്, നമ്മുടെ മോള് ആദ്യമേ പിടിച്ചു വന്ന സ്റ്റാൻഡാണ്. ഇതൊക്കെ അഭിനയമായിട്ട് കണ്ടുകൂടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അലൻസിയാർ പറയുന്നത് ഇതൊക്കെ അഭിനയമാണ്, ഇതെന്റെ ജോലിയാണ്, അതുകൊണ്ട് ഉടുതുണി ഇല്ലാതെയും ഞാൻ അഭിനയിക്കും, വേണമുള്ളവരെ കണ്ടാൽ മതി. ഇതിനെ കണ്ട് എന്താണ് ഈ പറയുന്ന കുറ്റം പറയുന്നവർ അവരാണ് ഞരമ്പൊരു. ഇതൊക്കെ കാണാൻ വയ്യെങ്കിൽ കാണണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന നിളാ നമ്പ്യാർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് മോള് ഈ പറയുന്ന രശ്മി നായറിനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് സ്വന്തം കാലിൽ കുറച്ച് ഈ പറയുന്ന കുറച്ച് പൂക്കളൊക്കെ ഇട്ട് അങ്ങ് തുടങ്ങി കാണുമെന്നാണ് എനിക്ക് പറയുന്നത്. അവരൊക്കെ ഇപ്പോൾ ആ രശ്മി നായരുടെ പേര് അറിഞ്ഞിടത്ത് മക്കളുണ്ട്, എല്ലാവർക്കും അറിയുന്നു. കംപ്ലീറ്റ് എല്ലാവർക്കും അറിയാം. രശ്മി നായറിനെ അറിയാം, നിളാ നമ്പ്യാർ എവിടെ കിടന്നെയാണ്. നിളാ നമ്പ്യാർ ഇപ്പോൾ സെലിബ്രിറ്റി ആയി. പക്ഷെ ഇപ്പോൾ ഒരു ഡൗട്ട്, നിളാ നമ്പ്യാറിന് കുറച്ച് ചതയെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടെ കുറച്ച് എല്ല് മാത്രമേ ഉള്ളൂ. അതിപ്പോ എന്ത് ചെയ്യും മക്കളെ? കുഴപ്പമില്ല, ആകെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ആഹാരമൊക്കെ തിന്നാൽ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. അവർക്ക് തടി ഉണ്ടെങ്കിൽ തടിയിലൊന്നും കാര്യമൊന്നുമില്ല, അഭിനയമാണ്. നമ്മുടെ ഖദീജയെ കണ്ടുപിടിക്കൂ. ഇവിടെ നമ്മുടെ യസ്മയിലെ പണ്ട് പാൽപ്പായസത്തിൽ അഭിനയിച്ച ഖദീജ ഓർമ്മ ഉണ്ടായിരിക്കും. വെച്ച് കള്ളെ പാൽപ്പായസത്തിലെ ഖദീജ എന്ന് പറഞ്ഞു എന്നെ പറ്റിച്ച്, എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് കേക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞുകൂടാ എന്ന് പറയും പോലെ മറുനാടനെ വരെ പറ്റിച്ചു. അവസാനം എന്ത് ചെയ്തു? ഇപ്പൊ ഉടുതുണി ഇല്ലാതെ ഒരു നൂൽബന്ധവും കൂടി ഇല്ലാതെ ഇങ്ങനെ ഓടി നടന്ന് തകർത്ത് അഭിനയിക്കുകയാണ്. മനസ്സിലായി? ആദ്യം അവളെ ഇത് പറ്റിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഭർത്താവൊക്കെ മരിച്ച് ഇപ്പൊ സുഖമാണ്. ആ കൊച്ചന്തി എന്ന് അറിയൂടാ. ഇതെന്തായാലും നമ്മുടെ പേരൊക്കെ മാറ്റി, എന്തോ ഒരു പേരായിരുന്നല്ലോ ഖദീജയുടെ പേര്, ആ ദിയാ ഗൗഡ എന്നുള്ളൊരു പേരൊക്കെ ഇട്ട് ഇപ്പോൾ തകർത്ത് അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ ചെയ്യാണ്ടേ? നമ്മുടെ ഉപജീവന മാർഗം ഇതായപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ തുരന്നെടുത്താലേ ഉള്ളൂ. തുരന്നെടുത്താലും നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഏവളൊക്കെ ഉണ്ട്, എല്ലാത്തിനും ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് എവിടെ വെച്ചാണ് നമുക്കൊരു കണ്ടന്റ് തരണം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഉപജീവനായിട്ട് എല്ലാവരും ഫോളോ വെച്ചുകൊണ്ട് ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആരും കുറ്റം പറയരുത്. ഒരൊറ്റ മനുഷ്യര് എന്റെ മോളെ രേണുമോളെ കുറ്റം പറയരുത്. അവളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മുമ്പേ എനിക്ക് മനസ്സിലായി ഇത് ഈ റൂട്ടിലേക്കാണ് പോണേന്ന്. ഇപ്പൊ എനിക്ക് എന്തായാലും ഉറപ്പായി. ആ ഫോട്ടോഷൂട്ട് കണ്ടാൽ മാത്രം മതി, അത് അതിന്റെ ഒരു ചെറിയൊരു ശകലം മാത്രമേ ഞാൻ കണ്ടു. ഇതല്ല, ഞെട്ടിത്തെരിച്ചു പോകുന്ന പറയുന്നത്. എന്തായാലും ആ ഒരു അരിഞ്ഞാണം കാണിച്ചത് മോശമായി പോയി. അരിഞ്ഞാണം കാണിക്കാം, കുഴപ്പമില്ല. ഇന്നിപ്പം പുന്നാമ്പുറം കഴിച്ച, പിന്നീട് ഉമ്മറം കാണിച്ചു, നാളെ പിന്നാമ്പുറം കാണിക്കുക എന്നൊക്കെ പറയാൻ പോലെ ഓരോന്നൊരെണ്ണിട്ട് വരട്ടെ. പതുക്കെ വരണം. പെട്ടെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പതുക്കെ സ്റ്റെപ്പായിട്ട്. പിന്നെ മറ്റൊരു കേസ് പറഞ്ഞാൽ ഇപ്പം കുറച്ചു പേരുണ്ടായിരുന്നു ഈ പറയുന്ന പാവമല്ലേ, ഈ പറയുന്ന എന്താണ് ജീവിച്ച് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, അവരെയൊന്നും ഇപ്പൊ കാണുന്നില്ല. അവർക്ക് ഈ ഫോട്ടോഷൂട്ടോടെ കണ്ടപ്പോ തൃപ്തിയായോ എന്നറിയത്തില്ല. എങ്കിലും പേടിക്കണ്ട, കുറച്ചു പേര് വരൂടെ, കുറച്ച് നമ്മളെയൊക്കെ പ്രായമുള്ള അമ്മാവന്മാരുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അവര് ഇഷ്ടപ്പെടും. അവർ ഒളിഞ്ഞിരുന്നെങ്കിലും കാണും. അതില്ലെന്ന് ഞാൻ പറയില്ല, ആരായാലും കുറ്റം പറയുന്നല്ല, ഒളിഞ്ഞിരുന്നെങ്കിലും കാണും. അതുകൊണ്ട് സർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. ഈ പറയുന്ന രശ്മി നായരിനെ സ്വന്തം ഗുരുവായി സങ്കല്പിച്ച് കൊണ്ടുപോവുക. നല്ലത് വരട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. നാളെ ഇങ്ങനെയായി എന്ന് മാത്രമേ ഇവിടെ ഒന്നും പറയരുത്, കരയരുത്, എന്നെ പറ്റിച്ചെന്ന് പറയരുത്. നിങ്ങളുടെ പ്രൊഫഷൻ അതാണെങ്കിൽ നിങ്ങൾ ആ പ്രൊഫഷനിലേക്ക് പൊയ്ക്കോ, വന്നിരുന്ന് കരയരുത്.
എന്നെ പറ്റിച്ചു ചതിച്ചു, ഞാൻ അറിഞ്ഞില്ല, അറിയാതെ ഞാൻ ഒപ്പിട്ട് അഭിനയിച്ചതാണ്, അവസാനം വന്നപ്പോഴാണ് എനിക്ക് തുണിയില്ലാതെന്ന് അറിഞ്ഞത് എന്നുള്ള ന്യായം മാത്രം ഇനി പറയരുത് എന്നുള്ളതാണ്. പിന്നെ പറ്റിക്കാൻ വേണ്ടി കുറെ എണ്ണം വരും, കുറച്ച് പണമൊക്കെ ഇപ്പൊ കിട്ടിക്കാണ്. ഈ പണമൊക്കെ കൊണ്ട് ഒരു കാര്യം ചെയ്യും, വീടിന് ചുറ്റും ക്യാമറ വെക്ക്, CCTV ക്യാമറ വയ്ക്കും. അങ്ങനെയാണല്ലോ ഈ പിന്നെന്ത് ഈ പറയുന്ന അല്പ ഐശ്വര്യം കിട്ടുമ്പോ അങ്ങനെയൊക്കെ ആണല്ലോ. അവൻ ക്യാമറ വയ്ക്കാൻ വേണത് മൂലത്തിലേറെ ക്യാമറ വയ്ക്കും. അപ്പൊ അതൊക്കെ ചെയ്യും. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയും പറയുള്ളൂ, ഞാനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. എന്തായാലും നന്നായി വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് രേഖപ്പെടുത്തി. ഞാൻ പോണ്ടേ. ജയ്.